എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1202 ആണ്ടിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വരാനിരിക്കുന്ന സമഗ്രമായ ഫലങ്ങളെപ്പറ്റിയാണ്. വൃശ്ചികക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിലൊന്നായ അനിഴം നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും ഒക്കെ കാലഘട്ടമാണ്. പ്രപഞ്ചത്തിലെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹുകേതുക്കൾ എന്നിവയുടെ അപൂർവവും നിർണായകവുമായ രാശിമാറ്റങ്ങളൊക്കെ ഈ വർഷം സംഭവിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ 2026 ഒക്ടോബർ 31 വരെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ 9-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് വൻ ഭാഗ്യങ്ങളാണ് ഇത് നൽകുന്നത്. തുടർന്ന് 2027 ജനുവരി 24 വരെ 10-ാം ഭാവമായ ചിങ്ങത്തിലും അതിനുശേഷം 2027 ജൂൺ 25 വരെ വീണ്ടും 9-ാം ഭാവത്തിലും പിന്നീട് വീണ്ടും ചിങ്ങൻ രാശിയിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ ശനി 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2027 ജൂൺ മാസത്തോടെ 6-ാം ഭാവമായ മേടത്തിലേക്ക് ശനി പ്രവേശിക്കുന്നത് ജീവിതത്തിൽ വലിയ ആശ്വാസമൊക്കെ നൽകും. കൂടാതെ 2026 ഡിസംബർ 5-ന് രാഹു 3-ാം ഭാവമായ മകരത്തിലേക്കും കേതു 9-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ, ബിസിനസ്സിനെ, അതുപോലെ സാമ്പത്തികത്തെ, കുടുംബത്തെ, വിദ്യാഭ്യാസത്തെ, അതുപോലെ ആരോഗ്യത്തെ എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കും എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ആദ്യം തൊഴിൽ മേഖല എങ്ങനെ പോകുമെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികളെയും നിലവിൽ ജോലിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് 1202 ആണ്ട് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി തൊഴിൽ രംഗത്തെ അപ്രതീക്ഷിതമായ ഉയർച്ചയ്ക്കൊക്കെ വഴിയൊരുക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, പ്രത്യേകിച്ച് 2026 ഒക്ടോബർ 31 വരെ വ്യാഴം ഉച്ചഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും മികച്ച വിജയസാധ്യതയാണ് കാണുന്നത്. ദീർഘകാലമായിട്ടൊക്കെ കാത്തിരുന്ന പ്രമോഷനെ, ശമ്പള വർധനവ്, അതുപോലെ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം എന്നിവയൊക്കെ യഥാസമയം ലഭിക്കുന്നതാണ്. മേലധികാരികളുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെ വ്യാഴം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ജോലിയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. ചിലർക്ക് തൊഴിൽപരമായ യാത്രകളൊക്കെ ആവശ്യമായി വരും. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 ഡിസംബർ 5-ന് ശേഷം രാഹു 3-ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുന്നതോടെ മികച്ച അവസരങ്ങളൊക്കെ വന്നെത്തുന്നതാണ്. പ്രൈവറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന പദവികളിലേക്കൊക്കെ ഉയരാൻ ഈ വർഷം അവസരവും ഒരുങ്ങുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ലാഭകരമായ ഒരു വർഷമായിരിക്കും ഇത്. മുൻകാലങ്ങളിലുണ്ടായ നഷ്ടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ കരകയറാൻ ഈ വർഷം സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 ഒക്ടോബർ വരെയും അതിനുശേഷം 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലവും വളരെ അനുയോജ്യമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. 2026 ഡിസംബറിൽ രാഹു 3-ാം ഭാവത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനും പുതിയ വിപണികളൊക്കെ കണ്ടെത്താനും സാധിക്കുന്നതാണ്. ഓൺലൈൻ ബിസിനസ്, അതുപോലെ IT മേഖല, റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖല, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. വിപണിയിലെയൊക്കെ മത്സരങ്ങളെയൊക്കെ അതിജീവിച്ച് സ്വന്തം സ്ഥാപനത്തെയൊക്കെ മുൻനിരയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയുന്നതാണ്. ഇനി അടുത്തത് സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായി ഏറെ പുരോഗതിയും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്ന വർഷമാണ് വരാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്താൽ ധനാഗമനത്തിനൊക്കെ പലവിധ വഴികൾ തുറക്കുന്നതാണ്. പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ തീർക്കാൻ ഈ വർഷം സാധിക്കുന്നതാണ്. വസ്തു വാങ്ങൽ, വീട് നിർമ്മാണം, വാഹനം വാങ്ങൽ എന്നിവയ്ക്കൊക്കെ പണം നിക്ഷേപിക്കാൻ അനുയോജ്യമായ സമയമാണ് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ചിരകാല ആഗ്രഹമായ സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ വർഷം അവസരമൊക്കെ ലഭിക്കുന്നതാണ്. എങ്കിലും 2027 ജൂൺ വരെ ശനി 5-ാം ഭാവത്തിലൊക്കെ തുടരുന്നതിനാൽ അനാവശ്യമായ ഓഹരി വിപണി നിക്ഷേപങ്ങളെ, അതുപോലെ ലോട്ടറി പോലുള്ള ഊഹക്കച്ചവടങ്ങൾ എന്നിവയിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ്. പെട്ടെന്നൊക്കെയുള്ള ലാഭമൊക്കെ
ലക്ഷ്യമിട്ട് വൻ തുകകളൊക്കെ അപരിചിതമായ പദ്ധതികളിൽ ഒരിക്കലും നിക്ഷേപിക്കരുത്. പണം കൃത്യമായി പ്ലാൻ ചെയ്ത് ചിലവഴിച്ചാൽ സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ഭാഗ്യവ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ കുടുംബസ്ഥാനങ്ങളിലൊക്കെ പതിക്കുന്നതിനാൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയും വളരെയധികം ഏറെയാണ്. അവിവാഹിതരായ അനിഴം നക്ഷത്രക്കാർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയൊക്കെ ലഭിക്കാനും വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. സന്താനങ്ങളൊന്നുമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യമൊക്കെ സിദ്ധിക്കുന്ന ഒരു സത്കാലമാണിത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നതാണ്. തീർത്ഥയാത്രകളൊക്കെ നടത്താനും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ഒത്തുചേരാനും അവസരമൊക്കെ ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവരുടെ പൂർണ്ണ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വരുന്നത്. 9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും ഒക്കെ വഴി തുറക്കുന്നതാണ്. വിദേശ സർവകലാശാലകളിലൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്നതാണ്. ടെക്നിക്കൽ മേഖല, മെഡിക്കൽ, മാനേജ്മെൻറ്റ്, അതുപോലെ സിവിൽ സർവീസ് മേഖലകളിലൊക്കെ പഠിക്കുന്നവർക്ക് പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ഏകാഗ്രതയോടെയൊക്കെ പഠിച്ചാൽ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലൊക്കെ പ്രവേശനം നേടാൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുകയെങ്കിലും ചെറിയ ചില മുൻകരുതലുകളൊക്കെ അനിവാര്യമാണ്. 2027 ജൂൺ വരെ ശനി 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മാനസികമായ സമ്മർദ്ദം, അനാവശ്യ ചിന്തകൾ, ഉറക്കക്കുറവ് എന്നിവയൊക്കെ അനുഭവപ്പെടാം. അതിനാൽ യോഗയൊക്കെ ശീലിക്കുന്നത് മനസ്സിനൊക്കെ ശാന്തി നൽകുന്നതാണ്. അതുപോലെ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിലും നിയന്ത്രണം പാലിക്കുക. 2027 ജൂണിൽ ശനി 6ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ വിട്ടുമാറാത്ത എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെയധികം ആശ്വാസം ലഭിക്കുകയും ശാരീരികമായ ഉന്മേഷവും പ്രസരിപ്പും ഒക്കെ വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി 1202 ആണ്ടിലെ അനുകൂല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും എന്തെങ്കിലും ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അകലുന്നതിനുമായി അനിഴ നക്ഷത്രക്കാരെ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്ന് നോക്കാം. ശനി ആഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുക എന്നിവയൊക്കെ നടത്തുക. അതുപോലെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. അതുപോലെ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്കും ദേവിക്കുമൊക്കെ വഴിപാട് നടത്തുക. പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്താൻ പറ്റുന്നവരാണെങ്കിൽ ആ ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതുമാണ്. ചുരുക്കത്തിൽ 1202 ആണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യം പൂർണ്ണമായിട്ടൊക്കെ പ്രയോജനപ്പെടുത്തി ലക്ഷ്യബോധത്തോടെയൊക്കെ മുന്നേറിയാൽ ജീവിതത്തിൽ നല്ല വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.